ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ജയൻ ഫിലിപ്പ്. സദ്ഗുരു സായിബാബയുടെ 107ാം മഹാസമാധി ആചരണ പരിപാടികൾക്ക് തുടക്കം. ഹയർ സെക്കൻഡറി NSSന്റെ ജീവിതോത്സവം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന ഫോട്ടോ ടുഡേ എക്സ്പോ ഒക്ടോബർ 3 മുതൽ 5 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ജയൻ ഫിലിപ്പ് ഫാർമസിസ്റ്റ് ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാർമസിസ്റ്റ് ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് നടന്നു. അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ജയൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറും സാഹിത്യകാരനുമായ ഡോക്ടർ മഹറൂഫ് രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മനുഷ്യരില്ല കണ്ടമാന പേഷ്യൻസ് വളരെ കണ്ടമാന പേഷ്യൻസ് ഉണ്ട്. ചിലത് സീരിയസ് പേഷ്യൻസ് ഉണ്ടാവും, അക്രൂഷ്യൽ പേഷ്യൻസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മറന്നു പോകും. ഇതൊക്കെ മറ്റു സാധനങ്ങളാണ്. അപ്പോൾ ഈ ഫാർമസിസ്റ്റ് ജോലി ചെയ്യുന്നത് വളരെ രീതിയിലെ ജാഗ്രത ആവശ്യമാണ്. ജാഗ്രത കൂടുതൽ കുറെ കേട്ട വാക്കുകളാണ്. ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ട് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ മഹത്തരമായ പോസ്റ്റാണ്. അങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഒരു കൽപ്പത്തിലാണ് കഴിഞ്ഞിരിക്കുന്നത്. ആ തലപ്പത്തിന് അങ്ങനെ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കേരളത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു മരുന്ന് സേവാ സംസ്കാരം ഉണ്ടാക്കുന്ന ഡോക്ടർമാരെക്കാൾ കൂടുതൽ ഈ ഫാർമസിസ്റ്റുകൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന. ആന്റിബയോട്ടിക് ദുരുപയോഗ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫാർമസി കോളേജ് അധ്യാപകൻ ഡോക്ടർ സഞ്ജയ് ശ്രീകുമാർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ സജീവ സേവനത്തിന് ഫാർമസിസ്റ്റ് ലീന KV എന്നിവരെ ആദരിച്ചു. KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. മുൻ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഷാജി M വർഗീസ് ഫാർമസിസ്റ്റ് ദിന സന്ദേശം കൈമാറി. ഫാർമസി കൗൺസിൽ മുൻ അംഗം ഗലീലിയോ ജോർജ് ഫാർമസിസ്റ്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ഫാർമസി കൗൺസിൽ അംഗം സണ്ണി KP, ഡോക്ടർ രാജലക്ഷ്മി, ഡോക്ടർ അഞ്ജന ജോൺ, ഡോക്ടർ സുജിത്ത് അബ്രഹാം, TP രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ സുരക്ഷിതമായ ഉപയോഗത്തിൽ ഫാർമസിസ്റ്റിന്റെ പങ്ക് എന്ന വിഷയത്തിൽ കോഴിക്കോട് ഗവൺമെന്റ് ഫാർമസി കോളേജ് പ്രൊഫസർ മഞ്ജു CS ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സദ്ഗുരു സായിബാബയുടെ 107ാം മഹാസമാധി ആചരണ പരിപാടികൾക്ക് തുടക്കമായി. കല്ലായി റോഡ് ശ്രീ സായിബാബ മിഷനിൽ നടന്ന പരിപാടികൾ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 3 വരെയാണ് സായിബാബ സമാധി ദിനാചരണം നടക്കുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നഗര സങ്കീർത്തനം, ബാബയ്ക്ക് വസ്ത്ര സമർപ്പണം, വിശേഷാൽ പൂജകൾ, ഭജന, ഭക്തിഗാനമേള എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഉദ്ഘാടന പരിപാടികൾ കല്ലായി റോഡ് ശ്രീ സായിബാബ മിഷനിൽ നടന്നു. ടൗൺ ഇൻസ്പെക്ടർ ജിതേഷ് P ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാബ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അത്രമാത്രം ഉണ്ടായിരിക്കാം എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഉപരിയായി
അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എന്തോ ഒരു ചൈതന്യ, ഒരു ശക്തി എല്ലാവരും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതാണ് ഇതിനെ എല്ലാവരെയും ഒത്തുകൂടിക്കാനുള്ള ഒരു കാര്യം നിമിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. മൗനവ്യാഖ്യാ പ്രകടിതമായ ബ്രഹ്മതത്വം ആ മുദ്രയിൽ കാണിക്കുന്നത് അത് കൈ ഉയർത്തുന്നുള്ളൂ. ആ മുദ്രയിൽ പരബ്രഹ്മത്തിൻ്റെ തത്വമുണ്ട്. നമ്മൾ അറിയണം, നമ്മളത് കണ്ട് അറിയണം. ആ അറിവ് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം ബാബയായി മാറാറുണ്ട്. നമ്മൾ ബാബയായി മാറണം, ഈശ്വരനായി നമ്മൾ മാറണം. മനുഷ്യൻ അതാണ് ബാബയിലേക്കുള്ള ദൂരം കുറയുക എന്നതാണ് നമ്മുടെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് പി നാഗരത്നൻ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണൻ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എം പ്രമോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സ്വാമി ശാന്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭിന്നശേഷി കുട്ടികൾക്കുള്ള എൻഡോമെന്റ്, വിദ്യാഭ്യാസ എൻഡോമെന്റ്, ചികിത്സാ സഹായം എന്നിവയും വിതരണം ചെയ്തു. സെക്രട്ടറി VP മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി A വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരതിക്കും മംഗളാരതിക്കും ശേഷം ചടങ്ങുകൾ സമാപിച്ചു. 13 ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി NSS ജീവിതോത്സവം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. സേവാമന്ദിരം പോസ്റ്റ് ബേസിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ VM പുഷ്പ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജവും പുതുവഴികളിലൂടെ ചിട്ടയായി പ്രസരിപ്പിക്കാനും വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം സമഗ്രമായി സ്ഫുടം ചെയ്യാനും ലക്ഷ്യമിട്ട് 21 ദിവസം നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ജീവിതോത്സവം 2025. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, ആത്മഹത്യാ പ്രവണത, ആക്രമണ വാസന തുടങ്ങിയവയ്ക്കുള്ള പ്രവർത്തനാധിഷ്ഠിത ചലഞ്ചുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹാപ്പിനെസ് ഫെസ്റ്റ് ലക്ഷ്യമാക്കി ജീവിതോത്സവ കാഹളം മുഴക്കൽ, കുടുംബവുമൊത്തുള്ള സെൽഫി, നവലോകത്തിനായി സ്റ്റിക്കർ പതിക്കൽ, അതിജീവന കഥകൾ പങ്കുവെക്കൽ, ഏകദിന ഡിജിറ്റൽ ഉപവാസം, ഒപ്പുമരം, ആഹ്ലാദ ചുവടുകൾ, ഭരണഘടനയെ മനസ്സിലാക്കൽ, പുസ്തകത്തിന്റെ ആത്മാവ് തേടൽ, സ്റ്റാറ്റസ് മേള, പാഥേയം, ചോദ്യോത്തരപ്പയറ്റ്, വാക്കിംഗ് ബസ്, ലഹരി വിരുദ്ധ ചിത്രമതിൽ, ദർപ്പണം, കാർണിവൽ, മോർണിംഗ് എക്സസൈസ് തുടങ്ങിയവയാണ് ചലഞ്ചുകൾ. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാനസഗ്രാമമായി പൊറ്റേപ്പടി ഗ്രാമത്തെ പ്രഖ്യാപിച്ചു. മാനസഗ്രാമത്തിലെ അംഗനവാടിക്കുള്ള പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും RDD വിതരണം ചെയ്തു. NSS സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ പദ്ധതി വിശദീകരിച്ചു. വാർഡ് കൗൺസിലർ PK അഫ്സൽ, ഹെഡ്മാസ്റ്റർ V മുരളി, ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ KV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ നൃത്തശില്പവും മനുഷ്യവലയവും ഒരുക്കി. ഹരിതകർമ്മസേനാംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വളണ്ടിയർ ലീഡർമാരായ P ശ്രീദേവ്, AK അഭിരാമി, ആദിത്യ രാജേഷ്, അഭിരാമി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in every flavors. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. Freedom to move
ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന ഫോട്ടോ ടുഡേ എക്സ്പോ ഒക്ടോബർ 3, 4, 5 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. വർക്ക്ഷോപ്പുകൾ, ഫാഷൻ ഷോ, ഫോട്ടോഗ്രാഫി ഷൂട്ട്, ഉപകരണങ്ങളുടെ ഡെമോ, ആദരിക്കൽ എന്നിവയും എക്സ്പോയുടെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഒക്ടോബർ 3, 4, 5 തീയതികളിലാണ് നമ്മൾ ഈ ഒരു പരിപാടി നടക്കുന്നത്. നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. ഇതിൽ ഫോട്ടോഗ്രാഫി എക്യുപ്മെന്റ്സിന്റെ പ്രദർശനവും അതേപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളും അതേപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി ക്ലാസുകൾ നിക്കോൺ, കനോൺ, സോണി, ഫ്യൂജി തുടങ്ങിയുള്ള പാനസോണിക് തുടങ്ങിയുള്ള കമ്പനികൾ എല്ലാം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ബൈസൽ ഇന്ററാക്ഷൻസും സംയുക്തമായാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഇമേജിംഗ്, ഫ്രെയിമിംഗ്, ആൽബം, ലാമിനേഷൻ എക്സ്പോ ഫോട്ടോ ടുഡേ കേരള സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 3, 4, 5 തീയതികളിൽ സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് എക്സ്പോ നടക്കുക. ഫോട്ടോ സ്റ്റുഡിയോ ഉപകരണങ്ങൾ, ഫോട്ടോ ആൻഡ് വീഡിയോ ക്യാമറകൾ, ആൽബം നിർമ്മാണം, വീഡിയോ എഡിറ്റിംഗ് സൊല്യൂഷനുകൾ, സ്റ്റുഡിയോ ലൈറ്റിംഗ് ഉപകരണങ്ങൾ, പ്രിന്ററുകൾ, ഡിസൈൻ ടെംപ്ലേറ്റ് CDകൾ, ഫോട്ടോ ലാമിനേഷൻ മെഷീനുകൾ, മെറ്റീരിയലുകൾ, ഫ്രെയിം നിർമ്മാണ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, ID കാർഡ് സിസ്റ്റങ്ങൾ, LED ഡിസ്പ്ലേ വാളുകൾ തുടങ്ങിയവ എക്സ്പോയിൽ പ്രദർശിപ്പിക്കും. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി രംഗത്തെ 100-ലധികം പ്രദർശകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല 6000-ലധികം ഉൽപ്പന്നങ്ങൾ, അതായത് അത്യാധുനിക സംവിധാനങ്ങളുള്ള കരയിലും വെള്ളത്തിലും ആകാശത്തും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ ക്യാമറ ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രദർശനം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇവന്റുകൾ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്ക് എക്സ്പോ ഉപകാരപ്പെടുമെന്ന് സംഘാടകരായ പ്രസാദ് സ്നേഹ, ഹക്കിം മണ്ണാർക്കാട്, V സുരേഷ്, PK സന്തോഷ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ സുശ്രുത അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്ലിനിക്കൽ കൺസെപ്റ്റ് ഓഫ് സുശ്രുതം അപ്ഡേറ്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് എന്ന വിഷയത്തിൽ സെമിനാറും ശില്പശാലയും നടത്തും. ഒക്ടോബർ 4-നും 5-നും ചെലവൂർ അലി ഗുരുക്കൾ ഷാഫി ആയുർവേദയിൽ നടക്കുന്ന പരിപാടികൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും നമ്മുടെ ശല്യതന്ത്രം സർജറി ആൻഡ് ഓർത്തോപീഡിക്സ്, അതിലാണ് ശല്യതന്ത്രം എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുപോലെ ENT ഗ്രൂപ്പ് ശാലാക്യ തന്ത്രം, അതുപോലെ പ്രസൂതി തന്ത്രം എന്ന് പറയുന്നത്, പിന്നെ സ്ത്രീരോഗം ഉള്ള അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉൾപ്പെടുന്ന സെന്ററിനെയാണ് നാഷണൽ സുശ്രുത അസോസിയേഷൻ എന്ന് പറയുന്നത്. ചെലവൂർ അലി ഗുരുക്കൾ ഷാഫി ആയുർവേദയുടെ സഹകരണത്തോടെയാണ് നാഷണൽ സുശ്രുത അസോസിയേഷൻ സ്റ്റേറ്റ് ലെവൽ സുശ്രുത ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 4, 5 തീയതികളിൽ സെമിനാറും വർക്ക്ഷോപ്പും സംഘടിപ്പിക്കും. 4 ഘട്ടങ്ങളിലെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി PG വിദ്യാർത്ഥികൾക്കായി നാഷണൽ ലെവൽ പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷൻ നടത്തും. വർക്ക്ഷോപ്പിന്റെ മുന്നോടിയായുള്ള മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ 28-ന് നടക്കും. ചെലവൂർ അലി ഗുരുക്കൾസ് ഷാഫി ആയുർവേദയിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9400883501 എന്ന നമ്പറിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ K ഗംഗാധരൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ സൈഫുദ്ദീൻ ഗുരുക്കൾ P എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318യുടെ ലയൺസ് ഓൾ കേരള പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആൻഡ് പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് സെപ്റ്റംബർ 28-ന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ടുഗദർ ആസ് വൺ എ വിഷൻ ഓഫ് പീസ് എന്നതാണ് പെയിന്റിംഗ് വിഷയം. വിവരങ്ങൾക്കായി 8943188188 എന്ന നമ്പറിൽ വിളിക്കാം. പിന്നെ ഇതിൽ പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് എടുത്തു പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലയൺസിന്റെ ഒരു സെഗ്മെന്റ് ആണിത്. ലയൺസ് ഇന്റർനാഷണലിന്റെ
ഈ 11 to 13 ഇയേഴ്സ് ഏജ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ വിന്നറെ നമ്മൾ ഇന്റർനാഷണൽ കോൺടെസ്റ്റിലേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്യും. അതിൽ അവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു $5,000 അവർക്ക് വിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ലയൺസ് ഇന്റർനാഷണലിന്റെ 2025 ഓൾ കേരള പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആൻഡ് പീസ് പോസ്റ്റർ കോൺടെസ്റ്റ് സെപ്റ്റംബർ 28 ഞായറാഴ്ച കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിക്കും. വയസ്സടിസ്ഥാനമാക്കി അപ് ടു 5, 6 to 10, 11 to 13, 14 to 16 എന്നീ 4 കാറ്റഗറികളിൽ നടക്കുന്ന മത്സരം രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. 4 കാറ്റഗറികളിലും ഒന്നാമതെത്തുന്ന വിജയികൾക്ക് ഗോൾഡ് മെഡലും 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡുകളും നൽകും. കൂടാതെ 4 കാറ്റഗറികളിലെയും ആദ്യ 3 സ്ഥാനക്കാർക്ക് ലയൺസ് മെമന്റോ സമ്മാനിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ലയൺസ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. 11 വയസ്സ് മുതൽ 13 വയസ്സ് വരെ വരുന്ന കാറ്റഗറിയിലെ വിജയികളുടെ ചിത്രങ്ങൾ ലയൺസ് ഇന്റർനാഷണലിന്റെ പീസ് പോസ്റ്റർ കോൺടെസ്റ്റിലേക്ക് മത്സരത്തിനായി അയക്കും. സൗജന്യ രജിസ്ട്രേഷനായി മത്സരാർത്ഥിയുടെ പേര്, വയസ്സ്, ജനനത്തീയതി, രക്ഷിതാവിന്റെ പേര്, സ്കൂളിന്റെ പേര്, സ്ഥലം എന്നിവ അടങ്ങിയ വിവരങ്ങൾ 8943188188 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ദിനൽ ആനന്ദ്, ചീഫ് കോർഡിനേറ്റർ TK സുരേന്ദ്രൻ, പ്രകാശ് കുണ്ടൂർ, ക്ലബ്ബ് ഡയറക്ടർ സന്തോഷ് അടാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 2ാമത് CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ സെപ്റ്റംബർ 27-നും 28-നും കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കും. ഉദ്ഘാടന സമാപന സെഷനുകളിൽ വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസസ്, ഈക്വൽ സിറ്റിസൺഷിപ്പ്, ഷെയർഡ് ഹ്യൂമാനിറ്റി എന്നതാണ്. ഭരണഘടനാ വാഗ്ദാനങ്ങളുടെ വീണ്ടെടുപ്പ്, തുല്യ പൗരത്വം, കൂട്ടായ മാനവികത എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. 27-ന് രാവിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും CH ചെയർ ഓണററി വിസിറ്റിംഗ് പ്രൊഫസറുമായ പ്രൊഫസർ G മോഹൻ ഗോപാൽ തീം പ്രസന്റേഷൻ നടത്തും. ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആകാർ പട്ടേൽ, പ്രൊഫസർ ഗോപാൽ ഗുരു, അബ്ദുറഹിമാൻ IPS, ഭാഷാ സിംഗ്, ആസിഫ് മുജത്തബ, ഡോക്ടർ PJ വിൻസെന്റ്, ആഷിഖ് വാഫി, ഹിലാൽ അഹമ്മദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. സമാപന സെഷൻ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. അബ്ദുസമദ് സമദാനി MP, KM ഷാജി, KS ശബരിനാഥ് എന്നിവർ മുഖ്യ പ്രമേയത്തിന്റെ ഉപവിഷയങ്ങൾ അവതരിപ്പിക്കും. രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കും 9847648664 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താസമ്മേളനത്തിൽ
പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി, CH ചെയർ ഗവേണിംഗ് ബോഡി അംഗം ഡോക്ടർ ഷാഹിന മോൾ, ചെയർ ഡയറക്ടർ ഖാദർ പാലാഴി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കരുവശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിഗാനമേള. കിഴക്കേ നടക്കാവ് ഫാഫ് മ്യൂസിക് ക്ലബ് അംഗങ്ങളാണ് നവരാത്രി ദിനത്തെ ഭക്തിപൂർണമാക്കിയത്. കരുവശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കിഴക്കേ നടക്കാവ് ഫാഫ് മ്യൂസിക് ക്ലബിന്റെ ഭക്തി ഗാനമേള നടന്നു. അനു ആരാധ്യ, സോജ വിക്രമൻ, രമണി ടീച്ചർ, മഹേഷ്, വിനോദ് കുമാർ, അനീഷ് താമരക്കുളം, കൃപേഷ്, മേഘലാൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഗംഗാധരൻ നായർ സ്വാഗതവും സെക്രട്ടറി സുഗതകുമാരി നന്ദിയും പറഞ്ഞു. ആഘോഷങ്ങൾ ഒക്ടോബർ 1 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെക്കേപ്പുറം ബീച്ച് ക്രിക്കറ്റ് ക്ലബ്ബ് BCCയുടെ ഇൻഹൌസ് ടൂർണമെന്റ് സെപ്റ്റംബർ 27-28 ദിവസങ്ങളിൽ നടക്കാവ് ഗെയിം ഓണിൽ നടക്കും. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഷറഫ് TK ഉദ്ഘാടനം ചെയ്യും. 5 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഞങ്ങൾ സൂപ്പർ സീനിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഞങ്ങൾ 5 ടീമായിട്ട് തിരിച്ചിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഈ നടക്കാവ് ഗെയിം ഹോളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ടൂർണമെന്റ് നടത്തുന്നത്. തെക്കേപ്പുറം എന്ന കുറ്റിച്ചാറ എന്ന പ്രദേശത്താണ് ഈ ഞങ്ങൾ 80 കാലഘട്ടത്തിൽ തുടങ്ങിയ വിവിധ ക്ലബ്ബുകളിലുള്ള ആളുകളായി പല ക്ലബ്ബുകളിലും ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ കളിച്ച ആളുകൾ ഒന്നിച്ചിട്ടാണ് ഒത്തൊരുക്കിൽ കൂടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ജയൻ ഫിലിപ്പ്. സദ്ഗുരു സായിബാബയുടെ 107ാം മഹാസമാധി ആചരണ പരിപാടികൾക്ക് തുടക്കം. ഹയർ സെക്കൻഡറി NSSന്റെ ജീവിതോത്സവം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU സംഘടിപ്പിക്കുന്ന ഫോട്ടോ ടുഡേ എക്സ്പോ ഒക്ടോബർ 3 മുതൽ 5 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.